അസ്യ ശ്രീദളസ്തോത്രസ്യ ആദിനാരായണ ഋഷി ഗായത്രീ ഛന്ദാം ചണ്ഡീ കാർത്യായനീ ദേവതാ. ഓം ഹ്രീം അം കം ഖം ഗം ഖം ങം ചണ്ഡീ ചണ്ഡായുധേ ആം ഹൃദയായ നമഃ. ഓം ഹ്രീം ഇം ചം ഛം ജം ഛം ഞം ജടാബദ്ധചന്ദ്രലേഖേ ഈം ശിരസേ സ്വാഹ. ഓം ഹ്രീം ഉം ദം ഠം ദം ഠം ണം മഹാജ്വലനശിഖി ഓം ശിഖായേ വഷഡ്. ഓം ഹ്രീം ഏം തം ഠം ദം ഠം നം മഹാസർപ്പയജ്ഞോപവീദിനി ഐം കവചായ ഹും. ഓം ഹ്രീം ഔം പം ഫം ബം ഫം മം സോമസൂര്യാഗ്നിനേത്രേ നേത്രത്രയായ വൗഷഡ്. ഓം ഹ്രീം അം യം രം ലം വം ശം ഷം സം ഹം ളം ഷം മാതൃകാദേവി ചരാചരാത്മികേ രക്ഷ രക്ഷ അഹാസ്ത്രായ ഭട്. അഷ്ടൗ ഭുജാംഗിം മഹിഷസ്യ മർദിനിം സശംഖചക്രാങ്കുശശൂലധാരിണിം താം ദിവ്യയോഗിം സഹജാതവേദസിം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. അഷ്ടൗ ഭുജാംഗിം മഹിഷസ്യ മർദിനിം സശംഖ ചക്ര അങ്കുശ ശൂലധാരിണിം താം ദിവ്യയോഗിം സഹജാതവേദസിം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. അഷ്ടൗ ഭുജാംഗിം 8 കൈകളോട് കൂടിയവളും മഹിഷസ്യ മർദിനി മഹിഷാസുരനെ മർദ്ദിച്ചവളും സശംഖ ചക്ര അങ്കുശ ശൂലധാരിണിം ശംഖം ചക്രം അങ്കുശം ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ളവളും താം യോഗിനിയും സഹജാതവേദസിം അഗ്നിയോട് കൂടിയവളും ആയ ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ ദുർഗാദേവിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ സ്തോത്രത്തിൻ്റെ പേര് ദളം എന്നാണ്. സ്വയം വികസിച്ച് നയനാഭിരാമമായ സൗന്ദര്യവും ആകർഷകമായ സുഗന്ധവും പരത്തുന്നത് എന്നും പാപങ്ങളെയും പാപജന്യമായ ആപത്തുകളെയും നശിപ്പിക്കുന്നതെന്നും സപ്തശതിയാകുന്ന പൂവിൻ്റെ ബാഹ്യദളങ്ങളായി കൽപ്പിച്ച് അവയിലൊന്നാകിയാൽ ഈ പേര് എന്നും വ്യാഖ്യാനിക്കാം.